ദന്തൽ അസോസിയേഷൻ തൃപ്പൂണിത്തുറ ശാഖ, വൈക്കം ടൗൺ റോട്ടറി ക്ലബ്ബ്, വൈസ്മെൻ ക്ലബ്ബ്, വൈക്കം ടെമ്പിൾ സിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചെമ്പ് വിജയോദയം UP സ്കൂളിൽ കുട്ടികൾക്കായി പ്രമേഹ അവബോധ പരിപാടി സംഘടിപ്പിച്ചു. നവംബർ 14 ശിശുദിനത്തോടൊപ്പം ലോക പ്രമേഹ ദിനവും ആചരിക്കപ്പെടുന്നതിനാൽ അന്നു മുതൽ LP, UP കുട്ടികൾക്കായി ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും കുട്ടികളിൽ കാണപ്പെടുന്ന പ്രമേഹ രോഗങ്ങളെക്കുറിച്ചും അവബോധം ഉണ്ടാക്കുന്നതിനായി ഒട്ടേറെ പരിപാടികൾ നടത്തിവരുന്നതിൻ്റെ ഭാഗമായാണ് ഡിസംബർ മാസം 5 വെള്ളിയാഴ്ച ചെമ്പ് വിജയോദയം UP സ്കൂളിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. കോട്ടയം ജനറൽ ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ കൺസൾട്ടന്റായ ഡോക്ടർ P. വിനോദ് കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ആധുനിക ജീവിതശൈലിയിൽ പ്രമേഹം എന്നത് അറിയുകയും മനസ്സിലാക്കുകയും നിയന്ത്രിക്കാൻ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതുമായ ഒരു വിഷയമാണെന്ന് കുട്ടികളെ ധരിപ്പിച്ചു. നമുക്ക് ഈ പറഞ്ഞതുപോലെ പഠിക്കണം, കളിക്കണം, ഓടണം, ചാടണം, നടക്കണം, അങ്ങനെ എല്ലാം ഓരോ ദിവസവും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അതിനെല്ലാം നമുക്ക് എന്താ വേണ്ടത്? ആരോഗ്യം വേണം. പക്ഷെ ഈ ആരോഗ്യം എങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്? അതിലെ അടിസ്ഥാനപരമായിട്ട് അതെന്താണ്? നമുക്കൊരു കല്ലെടുത്തെറിയണം, ഇല്ലേ? കല്ലെടുത്തെറിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കല്ലെന്ന ഒരാളുടെ മേത്തോ അല്ലെങ്കിൽ ഒരു ഭിത്തിയിലെ എവിടെയെങ്കിലും കൊള്ളുമ്പോൾ, അവിടെ ഭിത്തി കൊള്ളുവാണെങ്കിൽ പാടുവരും, ദേഹത്ത് കൊള്ളുവാണെങ്കിൽ വേദനയെടുക്കും. അതെന്തുകൊണ്ടാണ്? വെയിറ്റും ദേഹത്തിൽ പോകുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? ഫോഴ്സ് അഥവാ എനർജി, ഊർജം. അപ്പൊ നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഊർജം വേണം. ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ തൃപ്പൂണിത്തുറ ശാഖ പ്രസിഡന്റും വൈസ്മെൻ ക്ലബ്ബ് വൈക്കം ടെമ്പിൾ സിറ്റി പ്രസിഡന്റുമായ ഡോക്ടർ അനൂപ് കുമാർ അവലോകന സന്ദേശം നൽകി. പറയാനായിട്ടുള്ളത്, ഇവിടുത്തെ കുട്ടികളുടെ പേരൻസിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പ്രോഗ്രാം പ്രമേഹത്തിനെ കുറിച്ചുള്ള ഒരു അവബോധം എങ്ങനെ വളർത്തിയെടുക്കണം, അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, അവരുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ തന്നെ അവരെ എങ്ങനെ ഇതിലോട്ട് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അവരെ ഒന്ന് ട്രൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പേരൻസിനും കൂടെ ആവശ്യമായിട്ടുള്ളൊരു ക്ലാസ്സാണ്. അതിനൊരു ഇനിഷ്യേറ്റീവ് ഈ സ്കൂളിൽ നിന്ന് എടുക്കണം ഒരു അഭ്യർത്ഥനയുണ്ട്. കാരണം ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ പലയിടത്തും പല ഹോട്ടലുകൾ അല്ലെങ്കിൽ ബേക്കറിയിലാണെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾ ഇഷ്ടംപോലെ ഈ പാക്ഡ് ഫുഡ്സ് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഫ്രൂട്ടി പോലെയുള്ള സംഗതികളൊക്കെ. അപ്പം അതിൻ്റെയൊക്കെ ഇത് എങ്ങനെയെന്നുള്ള രീതിയിൽ, അതിലടങ്ങിയിരിക്കുന്ന ഷുഗർ കണ്ടന്റ് എങ്ങനെയെന്നുള്ള രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജീവിതശൈലി എങ്ങനെ വളർത്തിക്കൊണ്ട് വരണം, അത് പിന്നീട് ഒരു ഭാവിയിൽ അത് നമുക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലോട്ട്, പ്രമേഹം എന്നുള്ള രീതിയിലോട്ട് ഇത് വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ചെറുപ്രായം മുതലേ ശീലിപ്പിച്ചെടുക്കുക. വൈക്കം ടൗൺ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് റോട്ടേറിയൻ KS വിനോദ്, വൈസ്മെൻ നാരായണൻ നായർ, ഹെഡ്മിസ്ട്രസ് സുനിത PS, സ്റ്റാഫ് സെക്രട്ടറി സുരേഷ് V തുടങ്ങിയവർ സംസാരിച്ചു. ഹെൽത്തി ഹീറോ ആയി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി നമശിക്കും ഹെൽത്തി ഹീറോയിനായി തെരഞ്ഞെടുക്കപ്പെട്ട ഫാത്തിമത്ത് റഹ്നായ്ക്കും ഉപഹാരങ്ങൾ സമ്മാനിച്ചു. വിഷൻ ന്യൂസ്, വൈക്കം.